ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വപ്ന. വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി വായനാമുറ്റം അവതരിപ്പിക്കുന്ന മീര ബനും വായനാമുറ്റം കൂട്ടുകാരും എന്ന പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വായന അറിവ് മാത്രമല്ല, നമ്മുടെ ഓർമ്മശക്തി, ചിന്തകളെ, സ്വപ്നങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു മറുമരുന്ന് കൂടിയാണ്. വായന ഏത് രീതിയിലുമാവാം. അങ്കത്തിലൂടെയോ, കാഴ്ചയിലൂടെയോ, കേൾവിയിലൂടെയോ, സംസാരത്തിലൂടെയോ, സ്പർശനത്തിലൂടെയോ, ഏത് രീതിയിലും ആവാം. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചത് വളർന്നു വരുന്ന ഒരു എഴുത്തുകാരി, കവിയും എഴുത്തുകാരിയുമായ സതി സുധാകരൻ്റെ വൈകി വന്ന വസന്ത എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് കെട്ടുകല്യാണം. നമ്മുടെ 19-ാം നൂറ്റാണ്ട് വരെയും നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന ഒരു ആചാരമായിരുന്നു കെട്ടുകല്യാണം. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ചില ഇടങ്ങളിൽ മാത്രമേ അത് അപൂർവമാണ്, എന്നാലും ഉണ്ട്. തീരെ തൂത്ത് കളഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ആചാരം. ആ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു അവലോകനമാണ് ഞാനിവിടെ പറയുന്നത്. ഈ കഥയിൽ ഒരു നായിക പാർവതി, 2 നായകന്മാരാണ്. ഒന്ന് മുറച്ചെറുക്കൻ ശ്രീധരനും കാമുകനായ രവിയും. ഈ മുറച്ചെറുക്കനും മുറപ്പെണ്ണും അവരുടെ ബാല്യകാലത്തിൽ ഒരു ആൺപെൺ വ്യത്യാസമില്ലാതെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന, പറമ്പിലും തൊടിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്നൊരു കാലഘട്ടം. നമ്മളെ അറിയാതെ, ആ കഥ വായിക്കുമ്പോൾ നമ്മളെ അറിയാതെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പിന്നീട് അവൾ ഋതുമതി ആകുന്നതിന് മുമ്പ് ഇവർ കെട്ടുകല്യാണം നടത്തുകയാണ്. അപ്പോൾ ഇവൾ വാശി പിടിക്കുന്നുണ്ട്, എനിക്ക് ശ്രീധരേട്ടൻ്റെ വീട്ടിലൊക്കെ എനിക്കൊന്ന് പോകണം. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. പിന്നീട് അവൾ ഋതുമതി ആകുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ആചാരമുണ്ടായിരുന്നു. ഋതുമതിയായി കഴിഞ്ഞ ഒരു പെൺകുട്ടി പുരുഷനെ നോക്കാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല. അന്യപുരുഷന്മാർക്ക് ഒരു വിലക്കുകളായിരുന്നു നടന്നിരുന്നത്. ആ വിലക്കിൽ പിന്നെ അവൾ ഉൾവലിഞ്ഞു തുടങ്ങി. പിന്നെ കുറേ നാളിന് ശേഷം ഒരു കോളേജിൽ വെച്ചിട്ട് ശ്രീധരനെ കാണുകയും, പക്ഷേ ശ്രീധരൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ അവൾക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ആ ഇടയ്ക്ക് ഒരു പയ്യൻ, അതായത് കാമുകനായ രവി, പിന്നീട് കാമുകനായ രവി ഇവളോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നുണ്ട്, വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. കുറേശ്ശെ ഇവൾക്കും ഇഷ്ടമായി തുടങ്ങി. വീട്ടിൽ അത് അവതരിപ്പിച്ചു. അമ്മ സമ്മതിച്ചില്ല. അച്ഛന് ഒരു പകുതി മുക്കാലോളം സമ്മതമായിരുന്നു. പക്ഷേ നേരത്തെ ഉറപ്പിച്ചൊരു കല്യാണത്തിന് മുൻതൂക്കം കൊടുക്കണമെന്നുള്ള പിടിവാശിയിൽ അങ്ങനെ ഇവരുടെ ശ്രീധരൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നു. പക്ഷേ ശ്രീധരൻ എന്നൊരു കഥാപാത്രം സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളൊരു പ്രാപ്തിയില്ലാത്തൊരു പയ്യനായിരുന്നു. കാരണം അച്ഛൻ്റെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അച്ഛൻ്റെ വാക്കുകളാണ് ശരിയെന്നുള്ള ഉറച്ചൊരു കാഴ്ചപ്പാടിൽ തിരിച്ച് മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലും പറയാനുള്ളൊരു ശക്തി, ധൈര്യമില്ലാത്തൊരു വ്യക്തി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകണമെങ്കിലും കുറേ വർഷങ്ങൾക്ക് അവർക്ക് മക്കളൊന്നും ഇല്ലാണ്ടൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ പറയുകയാണ് മകനോട്, ഇവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുക, ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വേറെ കല്യാണമൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും. അവസാനം ഗത്യന്തരമില്ലാണ്ട് അവൻ പാർവതിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വേറെ വിവാഹമൊക്കെ കഴിച്ചു. ഇതോടുകൂടി അവളൊരു മാനസികമായി വിഭ്രാന്തിയിൽപ്പെടുകയും മാറാരോഗിയായി മാറുകയാണ്. അവസാനം പല മരുന്നുകൾ കൊടുത്തിട്ടും ചികിത്സകൾ നടത്തിയിട്ടൊന്നും അസുഖത്തിന് ഭേദം കണ്ടില്ല. അങ്ങനെ അവസാനം ഒരു ആഗ്രഹം എന്ന പോലെ തൻ്റെ കൂട്ടുകാരോട് തൻ്റെ രവിയേട്ടനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അതായത് കാമുകനെ കാണണമെന്ന് പറയുന്നു. അങ്ങനെ കാമുകൻ വന്നു അവളുടെ അടുത്തിരുന്ന് ഒന്ന് അവളുടെ കരം ഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവളിലുണ്ടായ ഒരു പോസിറ്റീവ് എനർജി അവളുടെ അസുഖത്തിനെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട് അമ്മയുടെ മനസ്സ് വല്ലാതെ, താൻ കാരണമാണല്ലോ എൻ്റെ മകൾ രോഗിയായി എന്നുള്ള ചിന്തയിൽ അങ്ങനെ കുറ്റബോധം തോന്നി മാപ്പ് പറഞ്ഞ് സ്വന്തം മകളുടെ കയ്യെ ഈ രവിനെ ഏൽപ്പിച്ചിട്ട്
അവരെ കല്യാണം നടത്തുകയാണ്. മകളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്നുള്ള ഒരു സന്ദേശം കൂടി നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. നല്ലൊരു കഥയാണ്. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടമുള്ള കഥകൾ വായിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.